ബ്രസീലിലെ ലോകപ്രസിദ്ധമായ ഫുട്ബോൾ സ്റ്റേഡിയം ഏതാണ്? മറക്കാന. റിയോ ഡി ജനീറോയിലാണ് മറക്കാന സ്റ്റേഡിയം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ജൂൺ 16 മുതൽ 30 വരെയുള്ള അക്ഷരമുറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റേഡിയങ്ങൾ എന്ന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP, UP, HS, HSS വിഭാഗങ്ങളിലെ സബ് ജില്ലാ ജില്ലാതല മത്സരങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. സ്വാഗതം. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് നഗരത്തിലാണ്? ലണ്ടൻ. ലണ്ടനിലാണ് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം. ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന നഗരമേത്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഈഡൻ ഗാർഡൻസ്. ഓസ്ട്രേലിയക്കാർ ജി എന്ന് വിളിക്കുന്ന MCG സ്റ്റേഡിയം ഏത് നഗരത്തിലാണ്? മെൽബൺ. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നതിന്റെ ചുരുക്കമാണ് MCG. വിംബിൾഡൺ ടെന്നീസ് സ്റ്റേഡിയം ഏത് നഗരത്തിലാണ്? ലണ്ടൻ. ലണ്ടനിലാണ് വിംബിൾഡൺ ടെന്നീസ് സ്റ്റേഡിയം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് മത്സരങ്ങൾ നടക്കുന്ന റോളൻ ഗരോസ് സ്റ്റേഡിയം ഏത് നഗരത്തിലാണ്? പാരീസ്. പാരീസിലാണ് റോളൻ ഗരോസ് സ്റ്റേഡിയം. US ഓപ്പൺ ടെന്നീസ് മത്സരങ്ങൾ നടക്കുന്ന ഫ്ലഷിംഗ് മെഡോസ് സ്റ്റേഡിയം ഏത് നഗരത്തിലാണ്? ന്യൂയോർക്ക്. ന്യൂയോർക്കിലാണ് ഫ്ലഷിംഗ് മെഡോസ് സ്റ്റേഡിയം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണികളെ ഉൾക്കൊള്ളുന്ന വൺ ഗ്രാഡോ മെയ് ഡേ സ്റ്റേഡിയം ഏതു രാജ്യത്താണ്? ഉത്തര കൊറിയ. 1.5 ലക്ഷം കാണികൾക്ക് ഇവിടെ ഇരിപ്പിട സൗകര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. 1,32,000 കാണികൾക്ക് ഇവിടെ ഇരിപ്പിടമുണ്ട്. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഉണ്ടായിരുന്ന സർദാർ പട്ടേൽ സ്റ്റേഡിയം പുതുക്കി പണിതപ്പോൾ അതിന് നൽകിയ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ, അതായത് 11,932 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയം എസിഡോ ഹെർനാൻഡോ സൈൽസ്. ബൊളീവിയയിലെ തലസ്ഥാനമായ ലാപ്പാസിലാണ് ഈ സ്റ്റേഡിയം. ബൊളീവിയൻ ദേശീയ ടീമിന്റെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നവർക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് കാരണം. 11,932 അടി ഉയരത്തിലാണ് ഈ സ്റ്റേഡിയം. ദി പ്ലോട്ട് അറ്റ് മറീന ബേ എന്നു പേരായ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് ഏത് രാജ്യത്താണ്? സിംഗപ്പൂർ. 2007 ഈ സ്റ്റേഡിയം സ്ഥാപിച്ചത്. അക്ഷരമുറ്റം ക്വിസ് ജയിക്കാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുർക്കിയിലെ ബർസയിലുള്ള സെന്റീനിയൻ അതാതുർക്ക് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയുടെ പ്രത്യേകത. മുതലയുടെ രൂപമാണ് ഇതിന്റെ മേൽക്കൂരയ്ക്ക്. മേൽക്കൂരയ്ക്ക് മുതലയുടെ രൂപമാണ്. 2005 പ്രവർത്തനം ആരംഭിച്ച കടലിനടിയിലെ ആദ്യ ടെന്നീസ് കോർട്ട് എവിടെയാണ്? ദുബായ്. ദുബായിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള 8,548 അടി നീളമുള്ള ഗോൾഫ് കോഴ്സായ ജേഡ് ഡ്രാഗൺ സ്നോ മൗണ്ടെയിൻ ഗോൾഫ് ക്ലബ്ബ് ഏതു രാജ്യത്താണ്? ലീജിയാങ്, ചൈന. ചൈനയിലെ ലീജിയാങ്ങിൽ. ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലായി പണിത വോസ്ഡോവാക് സ്റ്റേഡിയം ഏതു നഗരത്തിലാണ്? ബെൽഗ്രേഡ്. സെർബിയയിലെ ബെൽഗ്രേഡിൽ 5,200 കാണികൾക്ക് ഈ സ്റ്റേഡിയത്തിൽ ഇരിപ്പിടമുണ്ട്. ക്രൊയേഷ്യയിൽ ഈ ഗ്രെലിസ്റ്റേ ബതാരിജ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് മാത്രമുള്ള പ്രത്യേകത എന്താണ്? 2 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങൾക്ക് ഇടയിലാണ് ഈ സ്റ്റേഡിയം. ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട പീറ്റർ മാരിറ്റ്സ്ബർഗിലുള്ള സിറ്റി ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ മരത്തിന്റെ സ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ്? ബൗണ്ടറി ലൈനിന്റെ ഉള്ളിലാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത്. മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ബാറ്റ്സ്മാനും 5 വിക്കറ്റ് നേടുന്ന ബൗളറും സ്റ്റേഡിയം പരിസരത്ത് മരം നടുന്ന പതിവുള്ള സ്റ്റേഡിയം ഏതാണ്? സിറ്റി ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, പീറ്റർ മാരിറ്റ്സ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. ഗ്രൗണ്ടിനും പവലിയനും ഇടയിലൂടെ റെയിൽപാത കടന്നു പോകുന്ന ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്താണ്?
സ്ലൊവാക്യയിലെ സിയർണി ബലോഗ് പട്ടണത്തിലാണ് ഈ സ്റ്റേഡിയം. സെന്റ് ലോറൻസ് സ്റ്റേഡിയം കെന്റ്, വിആർഎ ക്രിക്കറ്റ് സ്റ്റേഡിയം ആംസ്റ്റർവീൻ, സിറ്റി ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പീറ്റർ മാരിസ്ബർഗ് എന്നിവയ്ക്ക് പൊതുവായ പ്രത്യേകത എന്താണ്? ഗ്രൗണ്ടിനുള്ളിൽ മരമുണ്ട്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ഏത് നഗരത്തിലാണ്? കൊൽക്കത്ത. കൊൽക്കത്ത നഗരത്തിലാണ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. ക്രിക്കറ്റിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം? ലോർഡ്സ് സ്റ്റേഡിയം, ലണ്ടൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.